ഹായ്, നമസ്കാരം. ലോക സാമ്പത്തിക വ്യവസ്ഥയെ മുഴുവൻ തകർക്കാൻ ഒരൊറ്റ ഫോൺ കോളിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, അല്ലേ? കേൾക്കുമ്പോൾ ഒരു സിനിമ കഥ പോലെ തോന്നാം, പക്ഷേ ഇത് സത്യമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരൊറ്റ ഫോൺ കോൾ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നാളെ രാവിലെ നിങ്ങൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ ലിറ്ററിന് 500 രൂപ. എന്തായിരിക്കും അവസ്ഥ? നമ്മുടെയൊക്കെ ജീവിതം തന്നെ സ്തംഭിച്ചു പോകുമല്ലേ? ഇതൊരു വെറും സങ്കല്പമല്ല, ഇത് യാഥാർത്ഥ്യമായേക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ച് നമുക്ക് ഈ വിഷയം ഒന്ന് വിശദമായി പരിശോധിക്കാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ലോകത്തെ മുൾമുനയിൽ നിർത്താൻ പോകുന്ന ഈ പ്രതിസന്ധിയുടെ എല്ലാം തുടക്കം ഒരു ഫോൺ കോളിൽ നിന്നായിരുന്നു. ആരായിരുന്നു ആ ഫോണിന്റെ അങ്ങേ തലക്കൽ? എന്തായിരുന്നു ആ സംഭാഷണത്തിന്റെ ഉള്ളടക്കം? നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഫോൺ കോളിന്റെ കഥയിലേക്ക് പോകാം. വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കത്തിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയതെന്ന് നമുക്ക് നോക്കാം. സംഭവം നടക്കുന്നത് ഇസ്ലാമാബാദിലാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ചരിത്രപരമായ ആണവ കരാറിൽ ഒപ്പിടാൻ തയ്യാറെടുക്കുകയാണ്. ഏകദേശം 21 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ എല്ലാവരും ഒരു ധാരണയിലെത്തിക്കഴിഞ്ഞിരുന്നു. ലോകം മുഴുവൻ ആ വാർത്തയ്ക്കായി കാത്തിരിക്കുമ്പോഴാണ് എല്ലാം മാറിമറിയുന്നത്. ഒന്നോർക്കണം, കരാർ ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു. ലോക സമാധാനത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു നീക്കം. പക്ഷെ പെട്ടെന്ന് ആ അവസാന നിമിഷത്തിലാണ് എല്ലാം തകിടം മറിയുന്നത്. ആ ചർച്ചകൾ പൂർണ്ണമായും പൊളിഞ്ഞു. അപ്പോൾ ആരാണ് ആ ഫോൺ വിളിച്ചത് എന്നല്ലേ? അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു. അദ്ദേഹം വിളിച്ചത് അമേരിക്കൻ രാഷ്ട്രീയക്കാരനായ JD വാൻസിനെയാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം വളരെ ലളിതമായിരുന്നു, പക്ഷേ ശക്തവും. ഇറാൻ അവരുടെ ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കാതെ ഒരു കരാറിലും നിങ്ങൾ ഒപ്പിടരുത്. ആ ഒരൊറ്റ ഫോൺ കോളോടുകൂടി ചർച്ചകളുടെ ഗതി തന്നെ മാറിപ്പോയി. ആ കരാർ പൊളിഞ്ഞതോടെ പ്രശ്നം ചർച്ചാമുറിയിൽ നിന്ന് ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കടലിടുക്കിലേക്ക് മാറി. അതാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിൻ്റെ സാമ്പത്തിക നാടിമിടിപ്പ് തന്നെ അവിടെയാണ്. ഈ ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊരു വെറും കടൽപ്പാതയല്ല, ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ജീവനാഡിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്ത് കടൽ വഴി കൊണ്ടുപോകുന്ന എണ്ണയുടെ 1/3 ഭാഗവും പോകുന്നത് ഈ ഒരു ഒറ്റ ഇടുങ്ങിയ വഴിയിലൂടെയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ലോകത്തെ മുഴുവനായിരിക്കും ബാധിക്കുക. ഇവിടെയാണ് കളി കാര്യമാകുന്നത്. അമേരിക്ക നാവികസേനയെ ഉപയോഗിച്ച് ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാൻ നോക്കുന്നു. അവരുടെ ലക്ഷ്യം ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുക എന്നതാണ്. അപ്പോൾ ഇറാന്റെ മറുപടി എന്താണെന്നോ? ഞങ്ങൾക്ക് എണ്ണ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും ഇവിടെ നിന്ന് എണ്ണ കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾ ഈ വഴി അങ്ങ് അടയ്ക്കും. വെറുതെ ഒരു ഭീഷണി മുഴക്കുക മാത്രമല്ല ഇറാൻ ചെയ്തത്. തങ്ങൾ പറഞ്ഞത് കാര്യമായിട്ടാണെന്ന് ലോകത്തെ അറിയിക്കാൻ അവരൊരു മാത്തമാറ്റിക്കൽ ഫോർമുല തന്നെ പുറത്തുവിട്ടു. ഒരു കണക്കുകൂട്ടലിലൂടെ അവർ ലോകത്തിന് ഒരു മുന്നറിയിപ്പ് നൽകി. ഈ ഫോർമുല കണ്ടിട്ട് പേടിക്കേണ്ട. ഇത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയുന്നു. ഹോർമുസ് കടലെടുക്ക് അടച്ചാൽ എണ്ണവില മാറും. അത് 2 രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വിനാശകരമായൊരു ചെയിൻ റിയാക്ഷനാണ് ഇതിലൂടെ അവർ പ്രവചിക്കുന്നത്. ഈ ഫോർമുലയെ നമുക്ക് സിമ്പിളായിട്ട് 2ആയിട്ട് തിരിക്കാം. ആദ്യത്തേത് ഫസ്റ്റ് ഓർഡർ എഫക്റ്റ്, അതായത് നേരിട്ടുള്ള ആഘാതം. പെട്രോളിനും ഡീസലിനും വില കൂടുന്നു. രണ്ടാമത്തേതാണ് ഏറ്റവും അപകടം പിടിച്ചത്, സെക്കൻഡ് ഓർഡർ എഫക്റ്റ്, അതായത് ഇതിൻ്റെ തുടർചലനങ്ങൾ. ഭക്ഷണ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാകും. പണപ്പെരുപ്പം റോക്കറ്റ് പോലെ കുതിക്കും. മൊത്തത്തിൽ സാമ്പത്തിക രംഗം തകർന്നടിയും. അപ്പോൾ ഇതാണ് ഇറാന്റെ മുന്നറിയിപ്പിന്റെ കാതൽ. പെട്രോളിന് വില കൂടുന്നത് ഒരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ ദുരന്തം വരുന്നത് അതിനുശേഷമാണ്. ഈ തുടർചലനം ആദ്യത്തെ ആഘാതത്തേക്കാൾ 10 ഇരട്ടി ഭയാനകമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിലും അതിൻ്റെ പ്രത്യാഘാതം കാണും. ശരി, അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും. സ്ഥിതിഗതികൾ ഇത്രയും വഷളാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമ്മളിപ്പോൾ അനുഭവിക്കാത്തത്? നല്ല ചോദ്യമാണ്. അതെ, ഇത്രയും വലിയൊരു ഭീഷണി നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് കടയിൽ പോകുമ്പോൾ സാധനങ്ങൾക്ക് വില കൂടാത്തത്? അതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ താൽക്കാലികമായി രക്ഷപ്പെട്ടു നിൽക്കുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ലോകമെമ്പാടും ഈയിടെ നല്ല വിളവെടുപ്പായിരുന്നു, അതുകൊണ്ട് ധാന്യങ്ങൾക്ക് ക്ഷാമമില്ല. 2, പല രാജ്യങ്ങളും അവരുടെ കയ്യിലുള്ള കരുതൽ ശേഖരം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇന്ധനവില കൂടിയാലും അതിൻ്റെ പ്രഭാവം ഭക്ഷണ സാധനങ്ങളുടെ വിലയിൽ വരാൻ കുറഞ്ഞത് 3 മുതൽ 6 മാസം വരെ സമയമെടുക്കും. ഇതാണ് ഇറാന്റെ സൈക്കോളജിക്കൽ ഗെയിം. അവർ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ല, പക്ഷേ ഈ കരുതൽ ശേഖരമെല്ലാം തീർന്നു കഴിയുമ്പോൾ അടുത്ത 4 മാസത്തിനുള്ളിൽ യഥാർത്ഥ കളി തുടങ്ങും. യഥാർത്ഥ വേദന വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊരു ഓർമ്മപ്പെടുത്തലാണത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കാനാണ് സാധ്യത? ഈ അപകടകരമായ കളി നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്?
കാര്യങ്ങൾ വഷളാകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകും. ഹോർമുസ് അടച്ചാൽ ക്രൂഡ് ഓയിലിന്റെ വില ഒരു ബാരലിന് $150 മുതൽ $200 വരെ ഉയരാം. അതായത് ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടിയിലധികം. ഇത് ലോകത്തൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും, സംശയമില്ല. നമ്മളെപ്പോലൊരു രാജ്യത്തിന് ഇത് എത്രത്തോളം അപകടകരമാണെന്ന് നോക്കൂ. നമ്മുടെ ആവശ്യത്തിൻ്റെ 80% എണ്ണയും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ എണ്ണവിലയിൽ വരുന്ന ഓരോ ചെറിയ മാറ്റവും നമ്മുടെ സമ്പദ്വ്യവസ്ഥയെയും ഓരോ സാധാരണക്കാരൻ്റെ ജീവിതത്തെയും നേരിട്ട് ബാധിക്കും. അപ്പോൾ അവസാനം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ലോക നേതാക്കൾ തമ്മിലുള്ള ഈഗോയുടെയും അധികാര വടംവലിയുടെയും ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അവസാനം നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളാണോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു.